പല്ലും നഖവും നഷ്ടപ്പെട്ട റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെറും പ്രഹസനമായി മാറി. ആരാണ് റിപ്പോർട്ടിനെ തകർക്കാനും പൂഴ്ത്തിവെക്കാനും ശ്രമിച്ചത്? പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണോ? ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കാൻ ഫയൽ DGPക്ക് കൈമാറിയത് 4 വർഷം മുമ്പായിരുന്നു. എന്നാൽ റിപ്പോർട്ടിൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു മറുപടി. ഇതേ തുടർന്ന് റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ സെക്ഷനിലേക്ക് മാറ്റി. റിപ്പോർട്ടിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ അതിക്രമം നടന്ന സ്ഥലമോ സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് കേസെടുക്കാനാകില്ലെന്ന് പോലീസ് മറുപടി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ആരോപണ വിധേയർക്കെതിരെ കേസ് എടുക്കാമെന്നായിരുന്നു റിപ്പോർട്ടിലെ ശുപാർശ. IPC 354 പ്രകാരം കേസെടുക്കാമെന്ന പരാമർശം സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന ഭാഗത്താണ് ഉള്ളത്. വിദേശ ഷോകളുടെ പേരിലും നടിമാർക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായെന്നും ഹേമ കമ്മിറ്റി മുമ്പാകെ നടികൾ മൊഴി നൽകിയിട്ടുണ്ട്. മലയാള സിനിമ അടക്കി വാഴുന്നത് ക്രിമിനലുകളും വൻകിട മാഫിയകളുമാണ്. അവസരം കിട്ടാനും സിനിമയിൽ നിലനിന്നു പോകാനും ലൈംഗിക താല്പര്യങ്ങൾക്ക് സ്ത്രീകൾ വഴങ്ങേണ്ടി വരുന്നു. ചൂഷകരെ സംരക്ഷിക്കാൻ മലയാള സിനിമയിൽ പവർ ടീം ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സഹകരിക്കുന്നവരെ തൽപര കക്ഷികളിലേക്ക് എത്തിക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വഴി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആര് അഭിനയിക്കണം, ആര് നിലനിൽക്കണം എന്ന് ഈ ഇടനിലക്കാർ തീരുമാനിക്കും. അവസരം കിട്ടാൻ ഒന്നോ ഒന്നിലധികമോ പേരുമായോ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സഹകരിക്കുന്നവർ ഗുഡ് വുമൺ, എതിർത്താൽ ബാഡ് വുമൺ എന്ന ലേബലിൽ പെടും. അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും സിനിമാ ഫീൽഡിൽ പതിവ് വാക്കുകളാണ്. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ പോലും ഭയമാണെന്ന് സ്ത്രീകൾ ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകി. രാത്രിയായാൽ വാതിലിൽ മുട്ടുന്നത് പതിവാണ്. തുറന്നില്ലെങ്കിൽ വാതിൽ തകർത്ത് അകത്തു കയറും. ലൊക്കേഷനിൽ മാത്രമല്ല, സിനിമാ രംഗങ്ങളിലും ലൈംഗിക ചൂഷണം ഉണ്ടാകുന്നു. നഗ്ന ദൃശ്യങ്ങൾ നിർബന്ധിപ്പിച്ച് പകർത്തും. ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടാൽ സഹകരിക്കാൻ പറയും. മോശമായി പെരുമാറിയ നടന്റെ ഭാര്യയായി അയാളെ ആലിംഗനം ചെയ്യുന്ന ഷോട്ട് 17 റീടേക്ക് വരെ എടുക്കേണ്ടി വന്ന ദുരനുഭവം ഒരു നടി മൊഴി നൽകിയിട്ടുണ്ട്. ആരോട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. ICC കമ്മിറ്റികൾ നോക്കുകുത്തികളാണ്. ജീവഭയം കൊണ്ട് പോലീസിനെ സമീപിക്കാറില്ല. സമീപിച്ചാൽ വിലക്കേർപ്പെടുത്തുമെന്നും മൊഴിയിലുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് സിനിമാ നയരൂപീകരണത്തിന് കൺസൾട്ടൻസിയെ രൂപീകരിക്കാൻ സാംസ്കാരിക വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചു. മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് കൺസൾട്ടൻസി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് തുക ആവശ്യപ്പെട്ടത്. ഈ മാസം 5-നാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മന്ത്രി സജി ചെറിയാന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തുക അനുവദിക്കുകയായിരുന്നു.